സന്ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ഈ ദിവസത്തിൻ്റെ എല്ലാ അഭിഷേകവും കർത്താവെ ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ലോകമെമ്പാടും ഇന്നേ ദിവസം അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ കുർബാനകളോട് ചേർത്ത്, ആരാധനകളോടും സ്തുതിഗീതങ്ങളോടും ചേർത്ത് ഈ പോട്ടാശ്രമത്തിലെ ദൈവജനം ഇന്ന് ദിവസം വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേലും ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേലും കർത്താവെ അങ്ങ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്നു. കരങ്ങൾ ഉയർത്തി നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ കൈകൾ കൂപ്പി കണ്ണുകളടച്ച് ഇന്നേ ദിവസത്തെ ശുശ്രൂഷ സമയം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ ഇടപെടണമെന്ന് ആഗ്രഹിക്കുന്ന നിയോഗങ്ങൾ മനസ്സിലോർക്കുക. കർത്താവ്, ഇന്ന് ഈ ശുശ്രൂഷയിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും ഇന്ന വിഷയങ്ങളിൽ കർത്താവെ അങ്ങ് ഇടപെടണം ആഗ്രഹിക്കണം. പരിശുദ്ധ അമ്മ വഴി നമ്മൾ ഈ നിയോഗങ്ങൾ സമർപ്പിക്കുന്നു, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. കരങ്ങൾ കൂപ്പി ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃപ സ്വീകരിക്കുവാൻ ദൈവം നൽകിയിട്ടുള്ള ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളിലാണ് നമ്മളിപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നത്. വിശുദ്ധ വാരദിനത്തിൻ്റെ ഏറ്റവും അടുത്ത ഒരുക്ക ദിനങ്ങളിലാണ്. യേശു ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്ന മാനസിക സംഘർഷം അത് കൃത്യമായി പെസഹാ ദിനത്തിലാണ് നമ്മളത് അറിയുന്നത്. ഗെത്സെമനിയിലെ പ്രാർത്ഥന, വചനം പഠിപ്പിക്കുന്നത് രക്തം വിയർത്തു എന്നാണ്. രക്തം വിയർത്തു. അങ്ങനെ സംഭവിക്കുമോ? സാധാരണ വിയർക്കാറുണ്ട്, രക്തം വിയർക്കുമോ? എന്നാൽ പഠനങ്ങൾ പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ അത്രമേൽ വലിയ മാനസിക സംഘർഷം അനുഭവിക്കുമ്പോൾ അവൻ്റെ രക്തം വിയർപ്പ് തുള്ളികളായി പൊടിയും. അത്രയും വലിയ മാനസിക സംഘർഷം ഈശോ അനുഭവിച്ചു. നമ്മൾ എങ്ങനെയാണ് ഈ വിശുദ്ധവാര ദിനങ്ങളിൽ ഒരുങ്ങുന്നത്? ആത്മീയമായ വലിയ ഒരു ഒരുക്കം നമ്മളിൽ നിന്ന് ഈശോ ആവശ്യപ്പെടുകയാണ്. ഈശോയെ അത്രമേൽ സ്നേഹിക്കാനുള്ള വലിയ ഒരു തീരുമാനം ഈ ശുശ്രൂഷ സമയത്ത് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ സ്വീകരിക്കണം. അതിൻ്റെ ഒരു പ്രാരംഭ നടപടി എന്താണെന്നറിയാവോ? നന്നായി കുമ്പസാരിച്ച് ആത്മീയമായി ഈശോയെ സ്വീകരിക്കാൻ നമ്മളെ തന്നെ ഒരുക്കണം. ഒരു പക്ഷേ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിൻ്റെ പ്രിയപ്പെട്ടവരെ, കുമ്പസാരിച്ചിട്ടില്ലാത്തവർ നന്നായി കുമ്പസാരിച്ച് ആത്മീയമായി വിശുദ്ധിയോടെ വേണം നമ്മൾ ഈ ദിവസങ്ങളിലെ ശുശ്രൂഷകളിൽ പങ്കുചേരാൻ. വലതുകര ഉയർത്തി ഒച്ചത്തി പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. ഇത് വലിയൊരു തീരുമാനമാണ്. ആത്മീയമായി നമ്മൾ ഒരുങ്ങുമ്പോൾ തന്നെ പല മേഖലകളിൽ കർത്താവ് നമ്മുടെ മുമ്പിൽ ഒരു കൃപ നൽകും. അങ്ങനെ ഒരുങ്ങുന്ന ഒരു വ്യക്തിക്കാണ് ഞായറാഴ്ച നാളത്തെ ദിനത്തിൽ നിനക്ക് ദൈവജനത്തോട് ചേർന്ന് ഒരു കാര്യം വിളിച്ചു പറയാൻ പറ്റും. ഓശാന ഗീതികളുടെ മധ്യത്തിൽ ഈശോ നമ്മുടെ മുമ്പിലോട്ട് കടന്നു വരുമ്പോൾ ദൈവജനം വിളിച്ചു പറഞ്ഞത് എന്താണ്? ഓശാന, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന വാക്കിനോടൊപ്പം തന്നെ ജനക്കൂട്ടം പറയുകയാണ് യേശു രാജാവാണ്. പ്രൈസ് ദി ലോർഡ്. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. അതോടൊപ്പം തന്നെ നമ്മുടെ ഉള്ളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്ത ഈ ഓശാനയോട് ചേർന്ന് നമ്മൾ സ്വീകരിക്കേണ്ടത്
എൻ്റെ ജീവിതത്തിൽ യേശു എന്ന രാജാവല്ലാതെ വേറെ ഏതെങ്കിലും കാര്യങ്ങളോ വ്യക്തികളോ സംഭവങ്ങളോ സമ്പത്തോ അധികാരമോ അങ്ങനെ ഏതെങ്കിലും കാര്യങ്ങൾ രാജാവായി കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും കാര്യങ്ങൾക്ക് യേശുവിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ അനുദപിക്കാനുള്ള ഒരു ദിനം കൂടെയാണ് ഓശാന ഞായർ നിന്റെ മുമ്പിലേക്ക് വെച്ചു നീട്ടുന്നത്. ആമേൻ, ആമേൻ, ആമേൻ. അതായത് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഓരോരുത്തരും ചിന്തിക്കണം. ഞാൻ സ്വയം ചിന്തിക്കുകയാണ്. എന്ത്? എൻ്റെ ജീവിതത്തിൽ യേശുവിനേക്കാൾ അധികമായി ഏതെങ്കിലും വ്യക്തികളെ ഞാൻ സ്നേഹിക്കുന്നുണ്ടോ? യേശുവിനേക്കാൾ അധികമായി ഞാൻ ഏതെങ്കിലും സാധനങ്ങളെ കൈകാര്യം ചെയ്യുന്നുണ്ടോ? യേശുവിനേക്കാൾ അധികമായി ഏതെങ്കിലും പ്രസ്ഥാനങ്ങളാണോ? യേശുവിനേക്കാൾ അധികമായി സമ്പത്താണോ? അധികാരമാണോ? ഓരോരുത്തരും സ്വയം ചിന്തിച്ചാൽ നമ്മളെ തന്നെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാനുള്ള അനുഗ്രഹിക്കപ്പെട്ട ദിവസം. അതാണ് ഓശാന നമ്മുടെ മുമ്പിൽ വെച്ച് നീട്ടുന്നത്. വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, ഒരു ദിവസം എത്ര സമയം നമ്മൾ മൊബൈൽ ഫോണിൽ കുത്തിക്കൊണ്ട് സമയം കളയുന്നുണ്ട്? ചോദ്യം. വിശുദ്ധമായ കാര്യങ്ങൾ കാണുന്നതും കേൾക്കുന്നതുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മറിച്ച് 24 മണിക്കൂർ ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിൽ എത്ര സമയം നമ്മൾ അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നു? ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും കാണാനും കേൾക്കാനും ഇലക്ഷൻ വാർത്തകൾ അറിയാനും ഒക്കെ വളരെ കൗതുകമുണ്ട്. നമ്മൾ അതിനുവേണ്ടി മണിക്കൂറുകൾ കളയുമ്പോൾ ഈ 24 മണിക്കൂറിൽ എത്ര സമയം നീ ദൈവകാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നുണ്ട്? ചോദ്യം. എത്ര സമയം ദൈവകാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നുണ്ട്? പരിശുദ്ധ കുർബാനയിലും ദേവാലയത്തിലും കുമ്പസാരിക്കാനൊന്നും പോകാൻ സമയമില്ല. പക്ഷേ മണിക്കൂറുകൾ ടി വിയുടെ മുമ്പിൽ ഇരുന്ന് ആ മലയാളി ഈ മലയാളി പറയുന്നത് മുഴുവൻ കേട്ടിരിക്കാൻ, ആ വാർത്ത മുഴുവൻ കേട്ടിരിക്കാൻ, നാട്ടിലുള്ള എല്ലാ വാർത്തകളും കേട്ടിരിക്കാൻ നമുക്ക് സമയമുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ കൊടുക്കേണ്ട പ്രയോറിറ്റി ആർക്കാണ്? ഈശോയ്ക്ക് കൊടുക്കേണ്ട പ്രാധാന്യം ഈശോയ്ക്ക് കൊടുക്കണം. 1-ാം സ്ഥാനം ഈശോയ്ക്ക് കൊടുക്കണം. വലതും ഇടതും ഇരിക്കുന്ന ആളോട് പറഞ്ഞേ, 1-ാം സ്ഥാനം ഈശോയ്ക്ക് കൊടുക്കണം. പറഞ്ഞു കൊടുത്തേ. 1-ാം സ്ഥാനം ഈശോയ്ക്ക് കൊടുക്കണം. ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഞായറാഴ്ച ദിവസത്തിൽ ഓശാന പാടി യേശു കർത്താവാണെന്നൊക്കെ നമ്മൾ പ്രഖ്യാപിച്ച് തിങ്കളാഴ്ച ദിവസത്തേക്ക് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ ക്ഷണിക്കുന്നത് ദേവാലയത്തെ ശുദ്ധീകരിച്ച യേശുവിൻ്റെ സാന്നിധ്യം, അതോടൊപ്പം തന്നെ അത്തിവൃക്ഷത്തെ ശപിച്ചു. അത്തിവൃക്ഷത്തെ ശപിച്ചു. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ മുമ്പിൽ വിശുദ്ധ ഗ്രന്ഥം അവതരിപ്പിക്കുന്നത് ഒരു സിംബോളിക് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് മനസ്സിലാക്കണം. ഈ ഒരു പ്രവൃത്തി ഇത് സൂചിപ്പിക്കുന്നത് മറ്റു ചില കാര്യങ്ങളാണ്. യേശു ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നു. ഈശോ അവിടെ കാണുന്നത് എന്താണ്? കച്ചവടം കാണുന്നു. ദേവാലയത്തിൽ നിന്ന് പുറത്തു വരുന്നു, അത്തിവൃക്ഷത്തെ കാണുന്നു. അത്തിവൃക്ഷത്തിൽ നിന്ന് ഫലം പ്രതീക്ഷിക്കുന്നു, ഫലം ഉണ്ടാവുന്നില്ല. പിന്നീട് സംഭവിക്കുന്ന അത്തിവൃക്ഷത്തെ ശപിക്കുന്നു. പിന്നീട് ഇതാ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നു, ദേവാലയം ശുദ്ധീകരിക്കുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിലേക്ക് ഈശോ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത്, നിന്നിൽ നിന്ന് ദൈവം ചില ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആമേൻ, ആമേൻ, ആമേൻ. ഒരു ക്രിസ്ത്യാനിയുടെ പ്രത്യേകത എന്താ? ആ വ്യക്തി എന്നും ഫലം കൊടുക്കാൻ നിയോഗമുള്ള വ്യക്തിയാണ്. ഒരു വൃക്ഷത്തെ തിരിച്ചറിയുന്നത് എങ്ങനെയാ? ഫലത്തിൽ നിന്നാണ് തിരിച്ചറിയുന്നത്. അപ്പോൾ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നിന്റെ സ്വഭാവത്തിൽ നിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന സമയം എങ്ങനെയാണ് മറ്റുള്ളവർ നിന്നെ തിരിച്ചറിയുന്നത്? നിന്റെ ഉള്ളിലുള്ള സ്നേഹവും നിന്റെ ഉള്ളിലുള്ള നന്മയും മറ്റുള്ളവർ തിരിച്ചറിയേണ്ട സമയം. ധ്യാനിക്കണം. എന്ത്? എൻ്റെ ഫലങ്ങൾ എന്താണ്? അമിതമായ ദേഷ്യം, ഇതാണോ ഫലം? തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ഇറിറ്റേറ്റഡ് ആവുന്ന നേച്ചർ ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് അത്തിവൃക്ഷം പോലെയാണേ. കുടുംബത്തിൽ നിസാരപ്പെട്ട കാര്യങ്ങൾക്ക് പോലും വഴക്കടിക്കുന്നുണ്ടോ? ഈ ചൊറിയുന്ന വർത്തമാനങ്ങളൊക്കെ പറയുന്നുണ്ടോ? മറ്റുള്ളവരെ കരയിപ്പിക്കുന്നുണ്ടോ? ഭാരപ്പെടുത്തുന്നുണ്ടോ? നമ്മുടെ ചില ദുശീലങ്ങൾ നിന്നെ ഭാരപ്പെടുന്നുണ്ട്. ഇങ്ങനെ തുടങ്ങി അനേക തരത്തിലുള്ള നെഗറ്റീവായ ഫലങ്ങൾ നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ഈശോ നമ്മളെ ക്ഷണിക്കുന്നത് അത്തിവൃക്ഷത്തെ ശപിച്ചത് നമ്മുടെ മുമ്പിൽ ഒരു പാഠമാണ്. ഒരു ക്രിസ്ത്യാനി എന്നും മറ്റുള്ളവർക്ക് ഫലം കൊടുക്കാൻ നിയോഗമുള്ള വ്യക്തിയാണ്. ആമേൻ, 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 ആമേൻ. നിന്നിൽ നിന്ന്
ദൈവജനം ഫലം പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ തിങ്കളാഴ്ച ദിനത്തിൽ നമ്മൾ എത്തിച്ചേരുന്നത് അപ്രകാരമുള്ള വലിയൊരു പ്രബോധനത്തിലാണ്. ചൊവ്വാഴ്ച ദിനത്തിലേക്ക് എത്തുമ്പോൾ ഇതാ ഈശോ ദേവാലയത്തിൽ പഠിപ്പിക്കുന്നതാണ് നമ്മൾ ധ്യാനിക്കുന്നത്. യേശു ദേവാലയത്തിൽ പഠിപ്പിക്കുന്നു, പ്രബോധനം. പ്രത്യേകിച്ച് നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദൈവിക പ്രബോധനങ്ങളോട് ഞാൻ എങ്ങനെയാണ് ഉത്തരം കൊടുക്കുന്നത്. ദൈവിക പ്രബോധനങ്ങളോട്, ടീച്ചിങ്സിനോട്, തിരുസഭയുടെ പ്രബോധനങ്ങളോട്, പരിശുദ്ധ അൾത്താരിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങളോട് എങ്ങനെയാണ് നമ്മൾ പ്രത്യുത്തരിക്കുന്നത്, റെസ്പോണ്ട് ചെയ്യുന്നത്. വിശുദ്ധ ഗ്രന്ഥം വായിക്കാനും പഠിക്കാനുമൊക്കെ നമ്മൾ സമയം കൊടുക്കുന്നുണ്ടോ? ഇന്ന് ഈ ശുശ്രൂഷ അവസരത്തിൽ ഓരോരുത്തരും സ്വയം ചോദിക്കേണ്ടതും ധ്യാനിക്കേണ്ടതുമായ വിഷയം. അങ്ങനെ യാത്ര ചെയ്ത് നമ്മൾ ബുധനാഴ്ച എത്തുമ്പോൾ നമ്മൾ കാണുന്നത് യൂദാസ് യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുന്നു. യൂദാസ് ഈശോയെ ഒറ്റിക്കൊടുക്കുന്നു. ഇത് നമ്മൾ വായിച്ച് യൂദാസ് ഒറ്റിക്കൊടുത്തു, അതിനിപ്പോൾ ഞാൻ എന്താ എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ സ്വയം ചിന്തിക്കേണ്ടത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ യേശുവിനെ പലപ്പോഴും ഒറ്റിക്കൊടുക്കാറില്ലേ? യൂദാസ് ഒറ്റിക്കൊടുത്തത് വെള്ളി നാണയങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളത് പോലെ തന്നെ നമ്മുടെ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പലപ്പോഴും ഈശോയെ ഒറ്റിക്കൊടുക്കാറില്ലേ, തള്ളിപ്പറയാറില്ലേ? ബുധനാഴ്ച ദിനത്തിൽ ധ്യാനിച്ച് വ്യാഴാഴ്ചയിലേക്ക് എത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇതാ പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനം, പെസഹ വ്യാഴം. വിശുദ്ധ കുർബാനയോട് നമ്മുടെ പങ്കാളിത്തം എങ്ങനെ, പരിശുദ്ധ കുർബാനയെ എങ്ങനെ നമ്മൾ സ്നേഹിക്കുന്നുവെന്ന് ധ്യാനിക്കുവാൻ നൽകപ്പെട്ട അനുഗ്രഹ ദിനം. അത്രമേൽ പരിശുദ്ധ കുർബാനയോടുള്ള സ്നേഹം വെളിപ്പെടുത്തുന്നതിന് വേണ്ടി അന്നത്തെ ദിവസത്തിലാണ് മണിക്കൂറുകൾ ദേവാലയത്തിലിരുന്ന് ആരാധനയിൽ പങ്കെടുക്കാൻ തക്കവണ്ണം ദേവാലയങ്ങളൊക്കെ തുറക്കപ്പെട്ട് ആരാധനയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന ദിവസം. തമ്പുരാന്റെ മുമ്പിൽ നന്നായി സമയം ചെലവഴിച്ച് ദൈവികാരുണ്യത്തെ സ്നേഹിക്കാനുള്ള ദിനം. ആ യാത്ര ചെന്ന് ചേരുന്നത് വെള്ളിയാഴ്ച ദിനമാണ്. പാപങ്ങളെ ഓർത്ത് മാപ്പ് ചോദിച്ച് യേശു നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചതിനെ തിരിച്ചറിയാൻ, ദൈവം ഇത്രമേൽ എനിക്ക് വേണ്ടി സ്നേഹം നൽകുന്നുവെന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് എത്താനുള്ള ദിനം. ആമേൻ, ആമേൻ. അങ്ങനെ നമ്മൾ ദുഃഖവെള്ളി കഴിഞ്ഞ് പിറ്റേ ദിവസം ദുഃഖശനി. ദുഃഖശനിയുടെ പ്രത്യേകത എന്താ? നിശബ്ദതയാണ്. നിശബ്ദത. പണ്ടൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, വീട്ടിലൊക്കെ ആകപ്പാടെ കുടുംബ പ്രാർത്ഥന ഇല്ലാത്ത ഒരൊറ്റ ദിവസമുള്ളൂ. അതേതാണെന്നറിയോ? ദുഃഖശനി. അന്ന് നമ്മൾ കുടുംബ പ്രാർത്ഥന ഇല്ലെന്ന് പറയും. കാരണം ഇന്ന് ദൈവം കേൾക്കത്തില്ല, കാരണം ദൈവം കല്ലറയിലാണ്, അതുകൊണ്ട് ഇന്ന് പ്രാർത്ഥിക്കണ്ട. ദുഃഖശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കേണ്ടാത്തൊരു ദിവസമല്ല, മറിച്ച് നിശബ്ദതയുടെ ദിവസമാണ്. അടുത്ത ശനിയാഴ്ച ദുഃഖശനിയാണ്, നിശബ്ദതയുടെ ദിവസമാണ്. സൈലൻസ്. ദൈവം നിശബ്ദതയിൽ നമ്മളോട് സംസാരിക്കും. യെസ്, ആ നിശബ്ദത എന്ന് പറയുന്നത് എല്ലാം അവസാനിച്ചുവെന്നുള്ളതല്ല, മറിച്ച് മനുഷ്യന്റെ ബുദ്ധിയിലെല്ലാം അവസാനിച്ചുവെന്ന് കരുതുന്നിടത്ത് ദൈവം ആരംഭിക്കുന്നതിനെ സൂചിപ്പിക്കുന്നതാണ്. അതാണ് ആ രാത്രി സംഭവിച്ചത്, ഈസ്റ്റർ ദിനം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് മുതൽ അടുത്ത ശനിയാഴ്ച വൈകുന്നേരം വരെയുള്ള ഈ കൃപയുടെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദിനങ്ങളിൽ ഇന്നത്തെ ദിവസം കോഴിക്കോട്ട ശനി. അത് മറക്കുകയല്ല, ഭക്ഷണമായതുകൊണ്ട് മറക്കുകയല്ല. കോഴിക്കോട്ട ശനി മുതൽ നമ്മൾ അടുത്ത ശനിയാഴ്ച വരെ ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന ഓരോ ദിനങ്ങളും ബഥാനിയായിലെ കുടുംബം പോലെ നമ്മളും ഒരുങ്ങി പ്രാർത്ഥിച്ച്, നമ്മളും ഈ വിഷയത്തോട് ചേർന്ന് അങ്ങോട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചാലുണ്ടല്ലോ, ഈ ഈസ്റ്റർ, ഈ 2026 ഈസ്റ്റർ നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാക്കും. വിശ്വസിക്കുന്നവര് 2 കരങ്ങളും ഉയർത്തി പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. ഇല്ലെങ്കിൽ ഓശാന കടന്നു പോകും, പെസഹ വ്യാഴം കടന്നു പോകും, ഈസ്റ്റർ കടന്നു പോകും. പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും നമ്മിൽ ഉണ്ടാക്കില്ല. സ്വാഭാവികമായിട്ടും നോമ്പൊക്കെ എടുത്തവര് ദുഃഖശനിയോടുകൂടെ ഇറച്ചിയൊക്കെ മേടിച്ച് നോമ്പ് വീട്ട് വീണ്ടും പഴയതുപോലെ നമ്മുടെ ജീവിതം പോകും. നിന്റെ മുമ്പിൽ ഒരു തെരഞ്ഞെടുപ്പിനുള്ളൊരു സമയമാണ്. നിനക്കേതു തെരഞ്ഞെടുക്കണം? ഈ വർഷത്തെ ഈ വിശുദ്ധവാര ദിനങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ
ഞാൻ എങ്ങനെയാണ് ഈ ദിനങ്ങളെ സ്വീകരിക്കേണ്ടത്? അതിനു വേണ്ടി വ്യക്തിപരമായി നമ്മൾ ഒരുങ്ങണം. അതിനു വേണ്ടി അല്പസമയം നമ്മൾ മാറ്റിവെക്കണം. അങ്ങനെ ഓരോ വ്യക്തിയും തീരുമാനമെടുക്കുന്നത് കുടുംബത്തിൽ പങ്കുവെക്കണം. ഈ ദിവസങ്ങളിൽ അത് കുടുംബത്തിൽ അനുഗ്രഹമായിട്ട് മാറണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, സാധിക്കുന്നിടത്തോളം ഈ ദിവസങ്ങളിൽ കുടുംബത്തിൽ ആത്മസംയമനം പാലിക്കണം. എന്ത് പാലിക്കണം? നമുക്കില്ലാത്തൊരു കാര്യം അത് തന്നെയാണ്. സാധിക്കുന്നിടത്തോളം ആത്മസംയമനം പാലിക്കണം. കാരണം എന്നാണെന്നറിയോ? ഈ വിശുദ്ധ ദിനങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുന്നതനുസരിച്ച് നമ്മളെ വേറൊരുത്തം വന്ന് പീഡിപ്പിക്കും. ആരാ? പിശാച്. എവിടുന്നെങ്കിലും വന്ന് ഏതെങ്കിലും തരത്തിൽ നമ്മളെ പലതരത്തിൽ പീഡിപ്പിക്കും. കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞത്, അച്ഛാ, എൻ്റെ വീട്ടിൽ എല്ലാ ഈസ്റ്ററിനും അടി നടക്കും, വഴക്കുണ്ടാവും. എല്ലാ ഈസ്റ്ററിനും വഴക്കുണ്ടാവും അച്ഛാ. അപ്പൊ ഞാൻ ചോദിച്ചത് എന്താ? അറിയത്തില്ല അച്ഛാ. ആ വിശുദ്ധവാര ദിനാകുമ്പോഴത്തേക്ക് എവിടുന്നാന്നറിഞ്ഞുകൂടാ ഇല്ലാത്ത എല്ലാ പിശാചും കൂടെ ഞങ്ങളുടെ വീട്ടിലോട്ട് വരും. എന്നിട്ട് ഒരു സന്തോഷം ഇല്ല അച്ഛാ. വളരെ വലിയ ഭാരം, സങ്കടം, ദുഃഖം. പ്രതീക്ഷിക്കണം. യേശു കുരിശിൽ സാത്താനെ തോൽപ്പിക്കുന്നതിനു വേണ്ടി ഒരുങ്ങുന്ന അനുഗ്രഹ ദിനങ്ങളിൽ നമ്മളും പ്രാർത്ഥിക്കണം. നമുക്കും ഒരു ഒരുക്കം വേണം. അതിനെന്ത് ചെയ്യണം? എല്ലാ ദിവസവും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരല്പസമയം വചനം വായിച്ച് ധ്യാനിക്കാനുള്ള വലിയ തീരുമാനം. ആമേൻ, ആമേൻ. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഈ ദിവസങ്ങൾ വായിക്കാൻ പറ്റിയത് യേശുവിൻ്റെ പീഡാസഹനത്തെക്കുറിച്ചുള്ള വായനകൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നെടുത്ത് വായിക്കണം. അത് നോമ്പിൽ മാത്രമല്ല, മറിച്ച് സാധിക്കുന്ന ദിവസങ്ങളിലൊക്കെ അത് വായിക്കുന്നത് അനുഗ്രഹപ്രദമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ കൃത്യമായിട്ട് സമയക്രമീകരണം വെച്ചുകൊണ്ട് ഇങ്ങനത്തെ മണിക്കൂറിൽ ഇങ്ങനെ സംഭവിച്ചു, ഇന്ന ദിവസം ഇങ്ങനെ സംഭവിച്ചു എന്നു തന്നെ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. ഈ പീഡാസഹന നരേഷൻ വളരെ മനോഹരമായിട്ട് എഴുതി വച്ചിരിക്കുന്നത് എന്തിനാ? ഇത് നമ്മൾ ധ്യാനിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് ഇത് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈശോ നമ്മളെ ക്ഷണിക്കുന്നത് കൃപയ്ക്കുമേൽ കൃപ സ്വീകരിക്കുന്ന അനുഗ്രഹീത ദിനങ്ങളിലേക്കാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും വ്യക്തിപരമായിട്ട് സ്വീകരിക്കേണ്ട ചില മാർഗനിർദ്ദേശങ്ങളിൽ ഒന്നാണ് ആത്മസംയമനം. അതോടൊപ്പം തന്നെ സമയം നമ്മൾ പരിപൂർണമായും പ്രയോജനപ്പെടുത്തണം. പെടുത്താറുണ്ടോ? ഉണ്ട്. സമയം പ്രയോജനപ്പെടുത്തണം. മാക്സിമം മൊബൈലിൽ കുത്തിക്കൊണ്ട് സമയം കളയും. അതല്ല, സമയം നന്നായി പ്രയോജനപ്പെടുത്തണം. 24 മണിക്കൂറുണ്ട് ഒരാൾക്ക്. ആ 24 മണിക്കൂർ ഈ ഭൂമിയിലെ എല്ലാ മനുഷ്യർക്കും ഒരേപോലെ വീതം വയ്ക്കപ്പെട്ടിരിക്കുന്നതാണ്. ഏത് 24 മണിക്കൂർ അല്ലേ? ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും കേരള മുഖ്യമന്ത്രിക്കും ഈ ചേട്ടനും ആ ചേച്ചിക്കും എനിക്കും എല്ലാവർക്കും ഒരുപോലെ 24 മണിക്കൂറുണ്ട്. ഈ 24 മണിക്കൂറിൽ എത്ര സമയം ഞാൻ ദൈവകാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നുണ്ട്? നമ്മൾ ഇഷ്ടം പോലെ സമയം പരസ്പരം സംസാരിച്ച്, ഫോണിൽ സംസാരിച്ച്, മറ്റുള്ളവരോട് സംസാരിച്ച് ഒത്തിരി സമയം മാറ്റിവെക്കുന്നുണ്ട്. ഒരു സ്വഭാവമുണ്ടല്ലോ. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ലിമിറ്റ് ചെയ്യാം. ഈ ദിവസങ്ങളിൽ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചൊരിഞ്ഞ സ്നേഹത്തെ തിരിച്ചറിയാൻ സാധിക്കട്ടെ. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി എന്തു ചെയ്തു എന്ന ചോദ്യത്തിന് കുരിശ് നമ്മുടെ മുമ്പിൽ ഉത്തരം നൽകുമ്പോൾ ആ കുരിശിനെ ധ്യാനിക്കാനുള്ള വലിയ കൃപ എല്ലാ ദിവസങ്ങളിലും ഈ ദിവസങ്ങളിൽ കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കുക. കുരിശിൻ്റെ വഴി 14 സ്ഥലങ്ങളും അത് ചെല്ലാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മലയാറ്റൂർ മലയിലോ കനകമലയിലോ ഒന്നും പോകണമെന്നില്ല. നിന്റെ വീട്ടിലിരുന്നും ചെല്ലാം. മലയാറ്റൂരും കനകമലയിലും പോകണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. മറിച്ച് എല്ലാ ദിവസവും നമ്മൾ ചെല്ലുന്നതിന് വേണ്ടി അവിടം വരെ പോകണമെന്നില്ല. കാരണം അത്രയും ദൂരമല്ലേ, ഇത്രയും മല എങ്ങനെ കയറും? അതല്ല, മറിച്ച് നമുക്ക് വീട്ടിൽ തന്നെ ഈ 14 സ്ഥലങ്ങളൊന്ന് ക്രമീകരിച്ച് കുഞ്ഞു കുരിശിൻ്റെ വഴി ഓരോ സ്ഥലങ്ങളും ധ്യാനിച്ച് ഒന്ന് മുട്ടുകുത്തി എഴുന്നേറ്റ് അങ്ങനെ മുട്ടുകുത്തി എഴുന്നേറ്റാൽ തന്നെ നല്ല എക്സസൈസാണ്. പിത്തം വാദം ഒക്കെ മാറിക്കിട്ടും. ഈ 14 സ്ഥലങ്ങളെയും ധ്യാനിക്കുകയും ചെയ്യാം. ആരോഗ്യവും വർദ്ധിപ്പിക്കും, ആത്മീയമായിട്ടും മെച്ചപ്പെടും. ഒന്ന് ശ്രമിച്ചു നോക്കൂ. 14 സ്ഥലങ്ങൾ എല്ലാ ദിവസങ്ങളിലും ഒരല്പസമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റിവെക്കണം. അങ്ങനെ നമ്മൾ ഈ ദിവസങ്ങളിൽ ആത്മീയമായ വലിയ ഒരു ഒരുക്കം സ്വർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ബഥാനിയ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുകയാണ്. എൻ്റെ വീടും മർത്തായും മറിയവും ഒരുങ്ങിയതുപോലെ
എൻ്റെ വീടും ഇതാ യേശുവിന് വേണ്ടി ഒരുങ്ങുന്നു. എൻ്റെ വീട്ടിൽ എങ്ങനെയാണ് ഈ കൃപയുടെ ദിനങ്ങളിൽ ഒരുക്കപ്പെട്ടിട്ടുള്ളത്? ഒരുക്കങ്ങളിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ കർത്താവ് ഒരുക്കിയിരിക്കുന്ന ദിനം. ഈ കൊഴുക്കൊട്ട ശനി നമ്മളെ ക്ഷണിക്കുന്നത് ഈ വലിയ ഒരുക്കത്തിലേക്കാണ്. ഈശോയെ സ്നേഹിച്ച് സ്വീകരിച്ച് ഈശോയ്ക്ക് ഉണ്ടാക്കി കൊടുത്ത പലഹാരം പോലെ നമ്മുടെ ജീവിതത്തിൽ ഈ സ്നേഹത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവാൻ ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഈ ദിനങ്ങളിൽ ബഥാനിയായിലെ കുടുംബം ഒരുങ്ങിയതുപോലെ നമുക്കും ഒരുങ്ങാം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. 2 കരങ്ങൾ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ഓൺലൈനൊക്കെ പങ്കെടുക്കുന്നവരും നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ സാധിക്കുന്നിടത്തോളം 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചേ. കണ്ണുകൾ അടച്ചോളൂ. നിന്റെ വീടിൻ്റെ അവസ്ഥ എന്താണ്? നിന്റെ വീട്ടിൽ ഈ ദിനങ്ങളിൽ ഈ കൃപ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അതോ അസ്വസ്ഥതയും ദുഃഖവും ഉണ്ടോ? ഏതെങ്കിലും തരത്തിലൊരു ഭാരമുണ്ടോ? ഉണ്ടെങ്കിൽ കൈകൾ ഉയർത്തിപ്പിടിച്ച് ഈ അൾത്താരയുടെ മുമ്പിലേക്ക് അത് സമർപ്പിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓൺലൈനിൽ പങ്കെടുക്കുന്നവർ, നിങ്ങൾ ഈ ഭൂമിയിൽ എവിടെയാണെങ്കിലും വിശ്വസിക്കുക, പോട്ടാശ്രമത്തിലെ ദൈവജനത്തോട് ചേർന്ന് നിങ്ങളും പ്രാർത്ഥിക്കുകയാണ്. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോളൂ. കണ്ണുകളടച്ച് നമ്മുടെ വീട് മനസ്സിൽ കാണണം, വീടിരിക്കുന്ന സ്ഥലം മനസ്സിൽ കാണണം, വീട്ടിലുള്ള കുടുംബാംഗങ്ങളെ മനസ്സിൽ ഓർക്കണം. ഒരു നിമിഷം ഓർത്തെ. നിന്റെ വീട്, നിന്റെ വീട്ടിലുള്ള എല്ലാവരെയും മനസ്സിൽ ഓർക്കുക. അപ്പനെയും അമ്മയും മനസ്സിൽ കാണുക. തൊട്ട് മുമ്പ് അപ്പൻ്റെ അമ്മയുടെ മുഖം മനസ്സിൽ കാണുക. ഒരുപക്ഷെ അപ്പനും അമ്മയും മരിച്ചു പോയെങ്കിൽ അവരുടെ ആത്മീയ സാന്നിധ്യം കണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ ജീവിത പങ്കാളിയുടെ സാന്നിധ്യം തൊട്ട് മുമ്പിൽ, നിന്റെ മക്കള്, നിന്റെ സഹോദരങ്ങള്, എല്ലാവരെയും നമ്മുടെ തൊട്ട് മുമ്പിൽ നമ്മൾ മനസ്സിൽ കാണണം. ദൈവമേ, ഈ സമയത്ത് ബഥാനിയായിലെ ലാസറിന്റെ കുടുംബം ഒരുക്കപ്പെട്ടതുപോലെ ഞങ്ങളും ഒരുങ്ങുകയാണ്. ഈ വിശുദ്ധവാര ദിനങ്ങളിൽ കൃപ സ്വീകരിക്കാൻ ഞങ്ങളും ഒരുങ്ങുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ അപ്രകാരം കൃപ സ്വീകരിക്കുന്നതിന് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ, ഓ ദൈവത്തിൻ്റെ ആത്മാവേ, ഈ നിമിഷം അപ്രകാരമുള്ള എല്ലാ തിന്മകളെയും നിർവീര്യം ചെയ്യണമേ. ഓ ദൈവത്തിൻ്റെ ആത്മാവേ, എൻ്റെ വീട്ടിൽ ഈ സമയം അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ. നിങ്ങൾ ഈ സമയത്ത് കരങ്ങൾ ഉയർത്തി യേശുവേ എന്നൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയം നീ ഒരു കാര്യം വിശ്വസിക്കുക, നിന്റെ വീട്ടിലേക്ക് കർത്താവിന്റെ ശക്തി വെളിപ്പെടുകയാണ്. നിന്റെ കുടുംബത്തിൽ കർത്താവിന്റെ ശക്തി വെളിപ്പെടുകയാണ്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണുകൾ അടച്ച് നിനക്ക് എങ്ങനെയെല്ലാം പ്രാർത്ഥിക്കാൻ കൃപ നൽകപ്പെടുന്നുണ്ടോ അതുപോലെ നീ പ്രാർത്ഥിക്കണം. നിന്റെ പ്രാർത്ഥന ഉയരുന്നതനുസരിച്ച് വീട്ടിലെ പൈശാചിക ശക്തികൾ മാറും. എല്ലാ ഇരുട്ടും മാറ്റപ്പെടും. ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കും. ഒരു പുത്തൻ അഭിഷേകം ആ കുടുംബത്തിലേക്ക് നൽകും. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാൽ ആ കുടുംബം നിറയും. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നാവ് തുറന്ന് ദൈവജനം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയം, യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയം, യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയം. ബഥാനിയായിലെ കുടുംബം ഒരുങ്ങിയതുപോലെ, ഓ കർത്താവേ, എന്റെ കുടുംബത്തെയും ഒരുക്കണമേ, എന്റെ കുടുംബത്തെയും ഒരുക്കണമേ. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി യേശുവേ എന്ന് വിളിച്ച് സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. ആരാധന, 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 ആരാധന. കൈയടിച്ചേ, കണ്ണടച്ച് കൈയടിച്ചേ. യേശുവിനെ നമ്മുടെ കുടുംബത്തിൽ സ്വീകരിക്കുന്നു. ബഥാനിയായിലെ കുടുംബത്തിൽ ഈശോ കടന്നു വന്നതുപോലെ എൻ്റെ കുടുംബത്തിലും ഈശോ കടന്നു വരുന്നു. വിശ്വസിക്കണം. അതേ കർത്താവേ, എൻ്റെ വീട്ടിൽ ഈശോ കടന്നു വരുന്നു. എൻ്റെ വീട്ടിലേക്ക് ഈശോ കടന്നു വരുന്നത് മനസ്സിൽ കണ്ട് കൈയടിച്ചേ. യെസ്, പൊരന്നേ. ഈശോയെ നമ്മുടെ വീട്ടിലേക്ക് സ്വീകരിച്ച് നമ്മുടെ മനസ്സിൽ അത് വിഷ്വലൈസേഷൻ ചെയ്യണം. നമ്മുടെ മനസ്സിൽ അത് ഭാവനയിൽ കാണണം. നിന്റെ വീട്ടിലേക്ക് ഈശോ കടന്നു വരുന്നു. കൈയടിച്ച് ഈശോയെ സ്വീകരിക്കണം. നിന്റെ വീട്ടിലെ ഓരോ മുറികളിലും ഈശോ കടന്നു വന്ന് നിങ്ങളെ സന്ദർശിക്കുന്ന സമയം, ബഥാനിയായിലെ ലാസറിന്റെ കുടുംബത്തിൽ കടന്നു വന്ന് ഈശോ ഇതാ നിന്റെ വീട്ടിലോട്ട് കടന്നു വരുന്നു. നിന്റെ അടുക്കളയിലതാ ഈശോ കടന്നു വന്നിരിക്കുന്നു. നിന്റെ കിടപ്പുമുറിയിൽ ഈശോ കടന്നു വന്നിരിക്കുന്നു. നിന്റെ സ്വീകരണ മുറിയിൽ ഈശോ കടന്നു വന്നിരിക്കുന്നു. നിന്റെ പഠന സ്ഥലത്ത് ഈശോ കടന്നു വന്നിരിക്കുന്നു. നിന്റെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും ഈശോയുടെ സാന്നിധ്യം. ആ വീടിന് ചുറ്റും ഈശോ നടക്കുന്നത് മനസ്സിൽ കാണുക. ഓ ദൈവമേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വീട്ടിലൊരു അഭിഷേകം നടക്കട്ടെ. എൻ്റെ വീട്ടിലൊരു അഭിഷേകം നടക്കട്ടെ. ലാസറിന്റെ കുടുംബത്തിൽ കടന്നു വന്നതുപോലെ എൻ്റെ കുടുംബത്തെയും കർത്താവെ അനുഗ്രഹിക്കണമേ. വിശ്വസിച്ച് കരങ്ങൾ ഉയർത്തി കൈയടിച്ചേ. എന്നിൽ കത്തണമേ, എന്നിൽ
വീശണമേ, മഴയായി എന്നിൽ പെയ്യണമേ പരിശുദ്ധാത്മാവേ. ആമേൻ. തീയായി എന്നിൽ കത്തണമേ, കാറ്റായി എന്നിൽ വീശണമേ, മഴയായി എന്നിൽ പെയ്യണമേ പരിശുദ്ധാത്മാവേ. പഠിക്കേ. തീയായി എന്നിൽ കത്തണമേ, കാറ്റായി എന്നിൽ വീശണമേ, മഴയായി എന്നിൽ പെയ്യണമേ പരിശുദ്ധാത്മാവേ. ആമേൻ. തീയായി എന്നിൽ കത്തണമേ, കാറ്റായി എന്നിൽ വീശണമേ, മഴയായി എന്നിൽ പെയ്യണമേ പരിശുദ്ധാത്മാവേ. ആമേൻ. തീയായി എന്നിൽ കത്തണമേ, കാറ്റായി എന്നിൽ വീശണമേ, മഴയായി എന്നിൽ പെയ്യണമേ പരിശുദ്ധാത്മാവേ. തീയായി എന്നിൽ കത്തണമേ, കാറ്റായി എന്നിൽ വീശണമേ, മഴയായി എന്നിൽ പെയ്യണമേ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ ആത്മാവ് ദൈവജനത്തിന്റെ മേൽ പ്രവർത്തിക്കട്ടെ. എല്ലാ തടസ്സങ്ങളും കർത്താവ് എടുത്ത് മാറ്റട്ടെ. ഓ പരിശുദ്ധാത്മാവ്, ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കർത്താവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണം. തടസ്സങ്ങൾ മാറണമേ, കൃപയ്ക്ക് മേൽ കൃപ നിറയണം. ഒരു വലിയ വിശുദ്ധീകരണം സംഭവിക്കപ്പെടട്ടെ. ആരാധന 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 ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ച് ബഥാനിയായിലെ ലാസറിന്റെയും മർത്തായുടെയും മറിയത്തിലും കുടുംബത്തിൽ കടന്നു വന്ന ഈശോ എന്നെയും അനുഗ്രഹിക്കുന്നു. വിശ്വസിക്കണം. കുരിശടയാളം വരച്ച് നമ്മളെ തന്നെ ആശീർവദിക്കുക. ശ്രുതി പറഞ്ഞ് ആമേൻ, ആമേൻ, ആമേൻ. ആമേൻ.